കഴിഞ്ഞ ദിവസം എൻ്റെ രൂപതയിൽ 6 വൈദിക വിദ്യാർത്ഥികൾക്ക് വെസ്റ്റീഷനായിരുന്നു. ദിവ്യബലിക്ക് ഏറ്റവും അവസാനം ഇതിലൊരാൾ നന്ദി പറഞ്ഞപ്പോൾ തുടങ്ങിയത് തന്നെ അയോഗ്യം നിറഞ്ഞ ജീവിതത്തിൽ യോഗ്യമാക്കി തീർക്കാൻ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഏറ്റവും അവസാനം മാതാപിതാക്കൾക്കാണ് നന്ദി പറഞ്ഞത്. അത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തും ഈ വാക്ക് വളരെ ബോധപൂർവം ആ ബ്രദർ എഴുതി വെച്ച് വായിച്ചു, അയോഗ്യം നിറഞ്ഞൊരു ജീവിതം. അത് കഴിഞ്ഞ് ഫോട്ടോ സെഷനായിരുന്നു. ബിഷപ്പിനോടൊപ്പം ഞങ്ങളെല്ലാ അച്ഛന്മാരും ഈ 6 പേരോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ കഴിഞ്ഞ് അൺവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ സെമിനാരിൽ പഠിപ്പിച്ച എൻ്റെ പ്രീഫെക്ട് അച്ഛൻ പെട്ടെന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചു. വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു ആ പറഞ്ഞ കാര്യം. നമ്മൾ ചില അച്ഛന്മാർക്കെങ്കിലും 3 സമയത്താണ് അയോഗ്യരാണെന്നുള്ള ഓർമ്മ കിട്ടുന്നത്. 1 വെസ്റ്റീഷൻ്റെ സമയത്ത്, 2 ഡീക്കനാകുന്ന സമയത്ത്, 3 അച്ഛന്മാരാകുമ്പോൾ. ഈ 3 സമയത്തെ നമ്മൾ അയോഗ്യരാണെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമ്മളാണ് യോഗ്യരെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇപ്പോൾ വരെ ഉള്ളിൽ അല്ലാണ്ട് ചോദിക്കപ്പെടുന്നൊരു ചോദ്യം ഇതാണ്: ആ ചില വൈദികരിൽ ഞാനും പെടുന്നുണ്ടോ? എന്തായിരിക്കും ഇതിന് കാരണം? ഈശോയോട് അടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിന്തയാണ്: ഞാനാണ് യോഗ്യൻ, എന്നെക്കാൾ അപ്പുറത്തേക്ക് ഇനി ആരുമില്ല. അടുക്കും തോറും എളിമപ്പെടേണ്ടിടത്ത് അടുക്കും തോറും അഹങ്കരിച്ചാൽ എന്ത് ചെയ്യും? അതാണെന്ന് ഗോസ്പൽ. ഇന്ന് യാക്കോബിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ്. യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുത്ത് വന്നു. അവർ കുറേ നാളായി അടുത്ത് ജീവിക്കുന്നവരാണ്. കുറേ അധികം പേര് യേശുവിൻ്റെ ചുറ്റുമുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല, ചുറ്റുമുള്ളവരല്ല, അടുത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അടുത്ത് വരുന്തോറും ഇവരുടെ ചിന്തകൾ മാറി. ഇവർ അയോഗ്യരല്ലെന്ന് ചിന്തിച്ചു, ഇവരാണ് യോഗ്യരെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കസേര ചോദിച്ചു. ഞങ്ങൾക്ക് കസേര വേണം, ഇടവും വല ഇരിക്കാൻ ഞങ്ങൾക്ക് കസേര വേണം. അത് ചോദിച്ച സമയത്ത് ഡേഞ്ചർ എന്താ? ഇവർ യേശുവിൻ്റെ അടുത്താണ്. യേശുവിൻ്റെ അടുത്തിരിക്കുന്നവൻ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവൻ കുറച്ചും കൂടി കസേരയൊക്കെ മാറ്റി നിർത്താൻ ചിന്തിക്കണം, കുറച്ചും കൂടി എളിമപ്പെടാൻ ചിന്തിക്കണം. അടുത്തിരിക്കുന്നവൻ്റെ യോഗ്യത അവൻ അയോഗ്യനാണെന്നുള്ള കൃത്യമായ ബോധ്യമാണ്. പക്ഷെ പിന്നീട് യാക്കോബും യോഹന്നാനെ തെളിയിക്കുന്നുണ്ട്. ജീവിതം വഴി അവർ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി. ഒരാൾ രക്തസാക്ഷിയായി, ഒരാൾ പാത്മോസ് ദ്വീപിൽ ചെന്ന് സ്നേഹമെന്ന് പറഞ്ഞ് പുതിയൊരു വെളിപാടൊക്കെ കിട്ടിയ ഒരു മനുഷ്യനാണ്. 2 പേരും പിന്നീട് ഒരു പുതിയ സ്റ്റോറി എഴുതി. പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൽ അടുത്തപ്പോൾ തോന്നിയൊരു ചിന്ത എല്ലാ വർഷവും ഈ തിരുനാൾ വായിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ചിലയിടങ്ങളിലെ നമ്മുടെ കുറവുകളൊക്കെ വീണ്ടും നമ്മൾ റിമൈൻ ചെയ്യുന്നത് ഇനി ഒരിക്കലും അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളൊരു വൈദികൻ ഒരു ദേവാലയത്തിനകത്ത് വെച്ച് ഒരു ദിവ്യബലിക്ക് ശേഷം വെറുതെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ചില വാക്കുകൾ പറഞ്ഞ് കടന്നുപോയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തിരുനാൾ വൈദികർക്ക് വേണ്ടി മാത്രമുള്ള ഓർമ്മപ്പെടുത്തലല്ല, സന്യസ്തർക്ക് വേണ്ടി മാത്രമുള്ള ഓർമ്മപ്പെടുത്തലല്ല, ഓരോ ദൈവജനത്തിനുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എന്തുമാത്രം ദൈവത്തോട് അടുക്കുന്നോ അത്രത്തോളം നമ്മൾ കസേര മാറ്റിയിടാൻ തയ്യാറാണ്, നമ്മൾ എളിമപ്പെടാൻ തയ്യാറാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തോട് അടുത്താണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൽ നിന്ന് അകലാനുള്ള ആദ്യപടി. കേട്ടിട്ടില്ലേ? വിശുദ്ധരെപ്പോഴാണോ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ വിശുദ്ധനായും ചിന്തിക്കുന്നത്, അവൻ അപ്പോൾ തന്നെ ഏറ്റവും വലിയ പാപിയായി മാറുകയാണ്. ഏതെങ്കിലും ഒരാൾ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും വലിയ പാപിയാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഈ ഭൂമിയിൽ വിശുദ്ധരാകാനുള്ള ആദ്യ പടി ചവിട്ടിയവർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.